Hi students, again warm welcome to Urjuvan PSK Tele classes. Last class we discussed resolving power of telescope, resolving power of human eye. What is resolving power? The ability of an optical instrument to resolve the images of two closely packed points. Resolving power is reciprocal limit of resolution. Today we are discussing resolving power of a microscope. നിങ്ങൾ ലാബ് ബയോളജി ലാബിലൊക്കെ കണ്ടു കാണും. മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, സി NCERT ബുക്കിൽ ആദ്യം അവർ ഒരു സിംഗിൾ ഓബ്ജക്റ്റ് വെച്ചുകൊണ്ടാണ് ഫിഗർ വരച്ചിരിക്കുന്നത്. ഞാൻ ആ ഫിഗർ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സി ഇതാണ് ഒരു ഓബ്ജക്റ്റ് പോയിൻ്റ് ഓബ്ജക്റ്റ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ഓബ്ജക്റ്റിൽ നിന്നും ലെൻസിലോട്ടുള്ള ഡിസ്റ്റൻസ് യു എന്ന് എടുക്കാം, യു. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ആ സമയത്ത് നമ്മൾ ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് വെരി ക്ലോസ് ടു ഫോക്കസ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ഓബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് വെരി ക്ലോസ് ടു ഫോക്കസ്. അപ്പോൾ അതുകൊണ്ട് ഈ യു എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി ആരോട് ഈക്വലായിരിക്കും? ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തോട് ഈക്വലായിരിക്കും. സോ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഇറ്റ് സെൽഫ്. ഇനി ഈ ട്രയാങ്കിളിലോട്ട് വരാം. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ മാർക്ക് ചെയ്ത് കണ്ടോ? ബീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ മാർക്ക് ചെയ്തത് കണ്ടോ? ഇപ്പോൾ ഈ ഓബ്ജക്റ്റിന് ലൈറ്റ് ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. ഈ ലൈറ്റ് ഇതിലൂടെ കടന്നു പോകുന്നു, ലെൻസിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ആ ലൈറ്റിനെ എത്ര എമൗണ്ട് ലൈറ്റിനെ കളക്ട് ചെയ്യാൻ പറ്റും, അതിനാണ് നമ്മൾ ഈ ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ് പറയും. അതാണ് ഈ പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ ഡി. ഇപ്പോൾ ക്യാപിറ്റൽ ഡി ഈസ് ദ സൈസ് ഓഫ് ദ അപ്പേർച്ചർ. അപ്പേർച്ചർ സൈസ് കൂടുതലാണെങ്കിൽ മോർ ലൈറ്റ് ഈസ് ഏബിൾ ടു ട്രാവൽ, റൈറ്റ്? അപ്പോൾ ആ ക്യാപിറ്റൽ ഡിയുടെ മെഷറാണ് ഈ ബീറ്റ. സി അഗെയിൻ ബാക്ക് ടു ബീറ്റ. ഈ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇതാ ഈ ലെൻസിലൂടെ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ലൈക്ക് എ കോൺ 3 ഡയമെൻഷണൽ ആംഗിൾ, സോളിഡ് ആംഗിൾ. ഇപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ആംഗിൾ അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കോൺ എന്ന് വിളിക്കും. ദിസ് വൺ ഈസ് എ കോൺ. ആ കോണിൻ്റെ ഹാഫ് ആംഗിളാണ് ബീറ്റ. ബീറ്റ ഈസ് ദ ഹാഫ് ആംഗിൾ ഓഫ് ദി ആക്സെപ്റ്റൻസ് കോൺ. ബീറ്റ ഈസ് ദ ഹാഫ് ആംഗിൾ ഓഫ് ദി ആക്സെപ്റ്റൻസ് കോൺ. സോ ആ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് ടാൻ ബീറ്റ ഈസുകൾ എന്താ എഴുതാം? ടാൻ ബീറ്റ ഈക്വൽ ടു d/2 by u, or tan beta is equal to 2 tan beta is equal to d/2u, or d/u equal to 2 tan beta. This is equation number 1. ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോരുത്, ഓർമ്മിക്കണം. d/u equal to 2 tan beta. ഇതിൽ ബീറ്റ ആരാ? ബീറ്റ ഈസ് ദ ഹാഫ് ആംഗിൾ ഓഫ് ദി ആക്സെപ്റ്റൻസ് കോൺ. ഇനി ഇതിലേക്ക് ഒന്നുകൂടെ വരാം. ഇതാണ് ഓബ്ജക്റ്റ്. ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നു. ഇതാണ് ഓബ്ജക്റ്റീവ് ലെൻസ്. ഇതിനിടയിലുള്ള ഈ മീഡിയം നമുക്ക് ആദ്യം എയർ ആയിട്ട് എടുക്കാം. എയർ, അതായത് ഓബ്ജക്റ്റും ഓബ്ജക്റ്റീവ് ലെൻസിനും ഇടയിലുള്ള മീഡിയമാണ് എയർ. ലിക്വിഡ് വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയർ വെച്ചുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഓബ്ജക്റ്റിനും ഓബ്ജക്റ്റീവ് ലെൻസിനും ഇടയിലുള്ള മീഡിയം ഈസ് എയർ ഓർ വാക്വം. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് വി ടേക്ക് ഇറ്റ് ആസ് 1 ബിക്കോസ് എയർ ഓർ വാക്വം ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1. ഇനി ഇതിലൂടെ ലൈറ്റ് വന്നതിന് ശേഷം അതിന് ഇമേജാണ് നമ്മളിവിടെ കിട്ടുന്നത്. നമുക്ക് ലൈറ്റിൻ്റെ ഇമേജാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുമ്പോൾ, ഇതിലൂടെ ലൈറ്റ് കടന്നു വന്ന് ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ വി എക്സ്പെക്ട് എൻ ഇമേജ് ആസ് പെർ റേ ഓപ്റ്റിക്സ്. പക്ഷേ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ബ്രൈറ്റസ്റ്റ് ഡിസ്ക്. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ബ്രൈറ്റസ്റ്റ് ഡിസ്ക്. ദാറ്റ് ഡിസ്ക് ഈസ് കാൾഡ് എയ്റി ഡിസ്ക്. എയ്റി ഡിസ്ക് ക്ലിയർ അല്ലേ? എയ്റി ഡിസ്ക് സറൗണ്ടഡ് ബൈ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ്. അത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സിംഗിൾ ഓബ്ജക്റ്റ് വെച്ചു. ആ സിംഗിൾ ഓബ്ജക്റ്റിന് ഇമേജ് നമുക്കിവിടെ കിട്ടി. ഇതാണ് കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് എന്താ? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ അല്ലേ? അപ്പം നമുക്ക് ഈ ഫിഗർ പോരാ ഇനി ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. നമ്മൾ ഈ ലെൻസ് അതുപോലെ കീപ്പ് ചെയ്തതിന് ശേഷം 2 ഓബ്ജക്ട്സ് വെരി ക്ലോസ് ആയി 2 ഓബ്ജക്റ്റുകളെ വെക്കും. അവർ തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾ ഡി മിനിമം എന്നെടുക്കും. എന്നിട്ട് ഇവരുടെ ഇമേജ് ഫോർമേഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഇമേജ് എന്ന് പറയുമ്പോൾ ആദ്യത്തവൻ്റെ ഒരു ഇമേജ് ഇങ്ങനെ വരാം, രണ്ടാമത്തവൻ്റെ ഒരു ഇമേജ് ഇങ്ങനെയും വരാം.
ഇനി ആ ഇമേജുകളെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ NCERT ബുക്കിൽ അവർ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ഓബ്ജക്റ്റ് വെച്ച് അതിൻ്റെ ഇമേജ് ഫോർമേഷനാണ് അവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ 2 ക്ലോസ്ലി പാക്ഡ് ഓബ്ജക്ട്സ് വേണം. 2 ക്ലോസ്ലി പാക്ഡ് ഓബ്ജക്ട്സ് വെക്കുന്ന സമയത്ത് ലെൻസിലൂടെ ലൈറ്റ് കടത്തിവിട്ടാൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്നും നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് ഒരു ഓബ്ജക്റ്റ് വെച്ചിട്ടുള്ള NCERT ബുക്കിലെ ഫിഗർ ഒരു സിംഗിൾ ഓബ്ജക്റ്റ്, അതിന് ഇമേജ്, അങ്ങനെയല്ലേ വരച്ചത്? അപ്പം ഞാൻ ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി 2 ഓബ്ജക്റ്റുകളെ അടുത്തടുത്ത് വെച്ചിട്ടുള്ള ഫിഗർ കൂടെ വരയ്ക്കാം. ഓക്കെ, നോക്കൂ, ഇതൊരു ലെൻസാണ്, ഒരു തിൻ ലെൻസാണ്. 2 ഓബ്ജക്ട്സ്, വെരി ക്ലോസ്ലി പാക്ഡ് ഓബ്ജക്ട്സ്. ഇവിടെ നിന്ന് ലൈറ്റ് വന്നു, ഇവിടെ നിന്ന് ലൈറ്റ് വന്നു. ഈ ദൂരം നമുക്കൊരു കാര്യം ചെയ്യാം. ദിസ് ഡിസ്റ്റൻസ് you choose it as u. Okay, then image ഉണ്ടായി. ഇത് ക്ലിയർ അല്ലേ എന്തായി വരയ്ക്കുന്നതെന്ന്? ഇത് ആദ്യത്തെ, അതായത് ഇവനാണ് ഓവൺ എങ്കിൽ ഓവൺ എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ആണിത്. അവൻ്റെ സെൻട്രൽ മാക്സിമം ഫസ്റ്റ് ഡാർക്ക്. O2 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് ആണിത്. അവൻ്റെ സെൻട്രൽ മാക്സിമം, അവൻ്റെ ഫസ്റ്റ് ഡാർക്ക്. ഓക്കെ, ഇനി ഈ ആംഗിൾ ഞാൻ ഡെൽറ്റ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഈ ആംഗിൾ ഡെൽറ്റ തീറ്റ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡെൽറ്റ തീറ്റ എന്തിന് പഠിച്ചിട്ടുണ്ട്? ഡെൽറ്റ തീറ്റ ഈസ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. എന്താ ഡിസ്റ്റൻസ്? അതായത് ഇവൻ്റെ സെൻട്രൽ മാക്സിമം തൊട്ട് മറ്റവൻ്റെ സെൻട്രൽ മാക്സിമം വരെയുള്ള ദൂരം, അതായത് എയറി ഡിസ്കിൻ്റെ റേഡിയസ്. ആ ഡിസ്റ്റൻസ് നമുക്ക് R0 എന്ന് എടുക്കാം. ഇമേജിലേക്കുള്ള ദൂരം നമുക്ക് V എന്ന് സെറ്റ് ചെയ്യാം, V. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ ലീനിയർ മാഗ്നിഫിക്കേഷൻ, ഈ സൈസ് നമുക്ക് D മിനിമം എന്ന് സെറ്റ് ചെയ്യാം. D മിനിമം ആ സൈസാണ് ഇവിടെ മാറി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ലീനിയർ മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു, ലീനിയർ മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ D മിനിമം. R0 ബൈ D മിനിമം. ക്ലിയർ അല്ലേ? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ 2 ഓബ്ജക്റ്റുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഈ D മിനിമം എന്ന് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 സെൻട്രൽ മാക്സിമം തമ്മിലുള്ള സെപ്പറേഷനാണ് നമ്മൾ R0 എന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. ആ ട്രയാങ്കിളിലേക്ക് നോക്കൂ നിങ്ങൾ. ഡെൽറ്റ തീറ്റ ഈക്വൽ എന്ന് എഴുതാം. ഡെൽറ്റ തീറ്റ ആംഗിൾ ഈസ് ഈക്വൽ ടു R0 ഡിവൈഡഡ് ബൈ V. സോ R0 ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഇൻറ്റു V എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ M കാണാനുള്ള ഇക്വേഷൻ വീണ്ടും മാറും. M ഈക്വൽ ടു ലീനിയർ മാഗ്നിഫിക്കേഷൻ M ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഇൻറ്റു V, ഡെൽറ്റ തീറ്റ ഇൻറ്റു V by D minimum. Clear? Or D minimum is equal to delta theta into V divided by M. M is the linear magnification. Or again D minimum is equal to delta theta into V by, what is M? M is equal to V by U. M equal to V by U. Because linear magnification means image distance by object distance. Okay, so V cancels. So D minimum is equal to, then you substitute for this delta theta. Delta theta നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. What is the equation to find delta theta? It is 1.22 lambda divided by D. Here why we use D? D is the size, aperture size, all divided by U. So your equation is D minimum equal to 1.22 lambda by D by U. Okay, so using this figure we derived the value of D minimum. This D minimum is the measure of limit of resolution, or delta theta is the measure of limit of resolution. Limit of resolution is 1.22 lambda divided by D by U. Clear ആണോ? ഇപ്പോൾ എന്താണ് D minimum? ഈ 2 ഓബ്ജക്റ്റുകൾ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് D minimum. ഈ ഓബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് D minimum ആണെങ്കിൽ ഇമേജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്തായിരിക്കും? കമോൺ, എന്തായിരിക്കും? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? R0 നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ തീറ്റ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ, ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 ഓബ്ജക്ട്സ് ഈസ് limit of resolution,
then the images of the two objects are just resolved. This is in accordance with Rayleigh's criterion. Rayleigh. Okay. Then ഈ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പഴയ ഫിഗറിലോട്ട് തിരിച്ചു പോകണം. ഇപ്പോൾ ഡി മിനിമം കാണാനുള്ള ഇക്വേഷനാണ് 1.22 ലാംഡ ഡിവൈഡഡ് ബൈ ഡി ബൈ യു. ഡി ഈസ് ദ അപ്പേർച്ചർ സൈസ്, യു ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ ഒബ്ജക്ട്സ്. വീണ്ടും നമ്മൾ NCERT ഫിഗറിലോട്ട് തിരിച്ചു വരുന്നു. നമ്മൾ എന്തിനുള്ള ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്? ഡി മിനിമം. ഡി മിനിമം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒന്നുകൂടെ പറയൂ. ഡി മിനിമം ഈസ് ഈക്വൽ ടു ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? 1.22 ലാംഡ ഡിവൈഡഡ് ബൈ ഡി ഡിവൈഡഡ് ബൈ യു. ഡി ബൈ യുവിനുള്ള റിസൾട്ട് നേരത്തെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിലേക്ക് വീണ്ടും തിരിച്ചു വരണം. ഡി മിനിമം ഈസ് ഈക്വൽ ടു 1.22 ലാംഡ ഡിവൈഡഡ് ബൈ d by u is 2 tan beta. You convert this d by u into tan beta, where beta is the half angle of the acceptance cone. NCERT ബുക്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്തിട്ടുണ്ട്. d minimum is equal to 1.22 lambda by 2 sin beta. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ആംഗിൾ ആണെങ്കിൽ, ഇഫ് ദിസ് ആംഗിൾ ഈസ് വെരി വെരി സ്മോൾ, സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ടാൻ തീറ്റ. ഹിയർ ടാൻ ബീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സൈൻ ബീറ്റ. എല്ലാ സമയത്തും ഈക്വൽ ആവണമെന്നില്ല, അപ്രോക്സിമേഷൻ ആണ്. ചെറിയ ആംഗിൾ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ, ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ടാൻ ബീറ്റ റീപ്ലേസ്ഡ് ബൈ സൈൻ ബീറ്റ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ ടെലസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇനി ഇതിൽ ഒന്ന് രണ്ട് ഡൗട്ടുകൾ വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൽ ബീറ്റ എന്താ? ബീറ്റ ഈസ് ദ ഹാഫ് ആംഗിൾ ഓഫ് ദി ആക്സെപ്റ്റൻസ് കോൺ. ലാംഡ എന്താ? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഇനി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യാം. നമ്മളിങ്ങനെ എഴുതാം. ഡി മിനിമം ഈസ് ഈക്വൽ ടു 1.22 ലാംഡ ഡിവൈഡഡ് ബൈ 2 മ്യൂ സൈൻ ബീറ്റ എന്ന് എഴുതാറുണ്ട്. അത് എപ്പോഴാണ് എഴുതുന്നത്? ഇവിടെ മ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വാട്ട് ഈസ് മ്യൂ? മ്യൂ എന്ന് പറഞ്ഞാൽ ആരാ? മ്യൂ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആരെ ഇൻസർട്ട് ചെയ്യാം? വേറെ ഏതെങ്കിലും ഒരു മീഡിയം ഇൻസർട്ട് ചെയ്യാം. അങ്ങനെ മീഡിയം ഇൻസർട്ട് ചെയ്താൽ മ്യൂവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഡി മിനിമം കുറയും. ഡി മിനിമം കുറയുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയും. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ സ്മോൾ വാല്യൂ വരുമ്പോഴാണ്. അപ്പോൾ ഈ ഓബ്ജക്റ്റും ലെൻസിനും ഇടയിലുള്ള ഗ്യാപ്പ് എയർ വരുന്നതാണോ അതോ വേറൊരു മീഡിയം ലൈക്ക് വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ വല്ലതും വരുന്നതാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ മീഡിയം ഇൻസർട്ട് ചെയ്യുന്നതാണ് ബെസ്റ്റ്. കാരണം അതിൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയും, അതായത് റിസോൾവിംഗ് പവർ കൂടും. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, ഇതിൻ്റെ റെസിപ്രോക്കലിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഇതിൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ റിസോൾവിംഗ് പവർ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് 2 മ്യൂ സൈൻ ബീറ്റ divided by 1.22 lambda. Resolving power of compound microscope. Then how we can increase the value of resolving power of a compound microscope? Technique number 1, you insert some medium between the object and the objective lens. Okay. Number 2, you increase beta. How we can increase beta? Beta is the half angle of the acceptance cone. Here how we can increase beta? We can increase beta by increasing the aperture size. That is, you increase the diameter of the lens. Okay, ലെൻസ് മേടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മില്ലിമീറ്ററിലൊക്കെ പറയാറില്ലേ, അതിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസൊക്കെ പറയാറില്ലേ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ബീറ്റ കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? കൂടുതൽ ലൈറ്റിന് ലെൻസിനുള്ളിലോട്ട് കയറാൻ പറ്റണം. അതിനെന്ത് സംഭവിക്കണം? ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ് കൂടണം. ഓക്കെ. തേർഡ് എലമെൻറ്റ് ലാംഡ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കുറയ്ക്കണം.
അത് നമ്മൾ കുറേ പ്രാവശ്യമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തിനാണ് ലാംഡ കുറയ്ക്കണത്? ലാംഡ കുറച്ചാൽ ഫ്രണൽ ഡിസ്റ്റൻസ് കൂടും, അപ്പോൾ റേ ഓപ്റ്റിക്സിന് കൂടുതൽ വാലിഡിറ്റി വരും. നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ വേ ഓപ്റ്റിക്സിനല്ല വാലിഡിറ്റി വേണ്ടത്, റേ ഓപ്റ്റിക്സ് ആണ് വാലിഡ് ആവേണ്ടത്. ക്ലിയർ ആയോ? അഗെയിൻ സി ദിസ് mu sin beta is called numerical aperture. നിങ്ങൾ കേട്ടോ ന്യൂമറിക്കൽ അപ്പേർച്ചർ? ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ mu sin beta, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ലൈറ്റ് കളക്ടിങ് കപ്പാസിറ്റി ഓഫ് ദ ലെൻസ്. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഈസ് എ മെഷർ ഓഫ് ലൈറ്റ് കളക്ടിങ് കപ്പാസിറ്റി ഓഫ് ദ ലെൻസ്. അതായത് ന്യൂമറിക്കൽ അപ്പേർച്ചർ കൂടുതലാന്ന് പറഞ്ഞാൽ ആ ലെൻസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിന് എമൗണ്ട് കൂടുതലായിരിക്കും, കാരണം കൂടുതൽ അപ്പേർച്ചർ കിട്ടും. അപ്പോൾ അപ്പേർച്ചർ സൈസ് കൂടുമ്പോഴാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ കൂടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം, സൈസ് കൂട്ടുന്നതിനൊപ്പം നിങ്ങൾ മീഡിയം ഇൻസർട്ട് ചെയ്താലും എന്ത് മാറാം? ന്യൂമറിക്കൽ അപ്പേർച്ചർ മാറാം. ഇപ്പോൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ബീറ്റ, ആൾസോ ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് ദ ഓബ്ജക്റ്റീവ് ലെൻസ്. ചില കുട്ടികൾ ഇങ്ങനെ കൺഫ്യൂഷൻ പറയാറുണ്ട് പഠിച്ചപ്പോൾ. mu is the refractive index of the medium between objective lens and eyepiece lens. അല്ല, mu is the refractive index of the medium between object and the objective lens. ഇപ്പോൾ NCERT ബുക്ക് നോക്കാം നിങ്ങൾക്ക്, പേജ് നമ്പർ 375 എടുത്താൽ കാണാം, റിസോൾവിംഗ് പവർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ചൂസിങ് എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. യൂഷ്വലി ഓയിൽ ഹാവിംഗ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലോസ് ടു ദാറ്റ് ഓഫ് ഓബ്ജക്റ്റീവ് ലെൻസ് ഈസ് യൂസ്. Such an arrangement is called oil immersion objective. Oil immersion objective. ഇപ്പോൾ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ഓയിൽ ഇമ്മേർഷൻ ഒബ്ജക്റ്റീവ്? ഒന്നുമില്ല, സിമ്പിൾ കാര്യം, ഓബ്ജക്റ്റിനും ഒബ്ജക്റ്റീവ് ലെൻസിനും ഇടയിലുള്ള മീഡിയം നമ്മൾ ഓയിൽ ഉപയോഗിക്കുക. ഓയിൽ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ന്യൂമറിക്കൽ അപ്പേർച്ചർ കൂടും, അതായത് ലെൻസിന് മോർ ലൈറ്റിനെ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടും. ഇമേജിൻ്റെ ക്ലാരിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഡിഫ്രാക്ഷൻ കുറവായിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ വാട്ട് ഈസ് ഓയിൽ ഇമ്മേർഷൻ ഒബ്ജക്റ്റീവ്? ഓയിൽ ഇമ്മേർഷൻ ഒബ്ജക്റ്റീവ് മീൻസ് വി പുട്ട് liquid in between object and the objective lens so that the resolving power is increased. Okay, എല്ലാ കുട്ടികളോടും കൂടെ പറയുകയാണ്, ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളിൽ കുട്ടികളോട് പഠിക്കേണ്ട എന്ന് പറയാറുണ്ട്, കാരണം അതൊരു ടഫ് പോർഷനാണ്, ആ ഭാഗം വായിക്കേണ്ട എന്ന് പറയും. പക്ഷേ ടഫ് ഒന്നുമല്ല, ഇത് സിമ്പിളാണ്, വെരി സിമ്പിൾ പോർഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒന്നങ്ങ് വായിച്ച് നോക്കുമ്പോഴേക്കേ നമുക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ അങ്ങോട്ട് ഒഴിവാക്കി കളയരുത്. വീണ്ടും അതിൻ്റെ മുകളിൽ കടിപിടി കൂടണം, വീണ്ടും NCERT ബുക്ക് വായിക്കണം, വീണ്ടും ഒന്നും കൂടെ വീഡിയോ കാണേണ്ടി വരികയാണെങ്കിൽ കാണണം, എന്നിട്ട് ഒറ്റ തീരുമാനം എടുത്താൽ മതി. ഈ ഭാഗം എനിക്ക് മനസ്സിലായേ പറ്റൂ എന്നൊരു തീരുമാനം എടുത്താൽ മതി. ഒരിക്കലും നിങ്ങൾ എസ്കേപ്പ് അടിക്കരുത്. എസ്കേപ്പ് അടിച്ചാൽ ജീവിതത്തിൽ എസ്കേപ്പ് ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, വിട്ടുകൊടുക്കരുത്. ക്ലിയർ ആണല്ലോ? കാരണം ഇവിടെ പ്രോബ്ലംസ് അത്ര ടഫായ പ്രോബ്ലംസ് അല്ലേ, പക്ഷേ ഇവിടുത്തെ ആ കൺസെപ്റ്റുകൾ ശരിക്കും ഇരുന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് മനസ്സിലാക്കണത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ചുമ്മാ കംപ്ലയിൻറ്റ് പറയുന്നതിന് പകരം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി അന്വേഷിക്കണം, നിങ്ങൾ വിളിച്ച് ചോദിക്കണം. നിങ്ങൾക്ക് ഡൗട്ട് പറഞ്ഞു തരാൻ ടീച്ചർമാരുണ്ട്. ഇനി അല്ല നിങ്ങൾക്കൊരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് എൻ്റെ നമ്പർ കൂടെ തരാം, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം, ഒന്നും കൂടെ തരാം, 9847041460. നിങ്ങൾക്ക് ആ ക്ലിയർ ആവാത്തൊരു പോർഷൻ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടോ മനസ്സിലാവാത്തൊരു ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഒരു മെസ്സേജ് തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരാം. ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്, കാരണം ഇതൊരു രസകരമായ ഭാഗമാണ്. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ റിസോൾവിങ് പവറും അതുപോലെ ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനൊക്കെ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഈസ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? Limit of resolution is the minimum distance between two closely packed points or objects so that they can seen as separate by an optical instrument is called limit of resolution. Clear? What is resolving power? Resolving power is the ability of an optical instrument to distinguish the images of two closely packed points or objects. Resolving power is related to limit of resolution by limit of resolution is inversely proportional to resolving power. Resolving power കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ചെയ്യുന്നത് ഡിഫ്രാക്ഷൻ എഫക്റ്റ് കുറയുന്നു എന്നാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഓർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അതിൻ്റെ ലെൻസിൻ്റെ അപ്പേർച്ചറിൻ്റെ സൈസ് D ആണെങ്കിൽ നമുക്ക് റിസോൾവിംഗ് പവർ കാണാൻ ലൊക്കേഷൻ 2 mu sin beta divided by 1.22 lambda. So resolving power can be increased by increasing beta
or mu or by decreasing lambda. Then telescope already പറഞ്ഞു കഴിഞ്ഞു. What is the equation to find the resolving power of telescope? It is A divided by 1.22 lambda. A divided by 1.22 lambda. NCERT ബുക്കിൽ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. NCERT ബുക്കിൽ അവർ എക്ക് പകരം 2A എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ 1.22 പകരം NCERT ബുക്കിൽ 0.61 ലാംഡ എന്നേ കാണുള്ളൂ. ഞാൻ പറഞ്ഞതും ശരിയാണ്, NCERT ബുക്കുകാർ പറഞ്ഞതും ശരിയാണ്. കാരണം അവർ അപ്പേർച്ചറിൻ്റെ സൈസ് ആദ്യത്തെ കേസിൽ 2A എന്ന് എടുത്തിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. നിങ്ങൾ തൽക്കാലം 2A എന്ന് എടുക്കേണ്ട, A എന്ന് എടുത്ത് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞതുപോലെ പഠിച്ചോളൂ. 2 ഹോംവർക്ക് തരാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് കാൽക്കുലേഷനുള്ള 2 പ്രോബ്ലംസ് ആണ്. നമുക്ക് നോക്കാം. സൊല്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിലേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. A coherent source is used in Young's double slit experiment. Half of the space between primary source and the slit is filled with a liquid of refractive index 1.4. See the difference? നമ്മൾ സാധാരണ ഇവിടെ ലിക്വിഡ് ഇൻസർട്ട് ചെയ്ത കേസ് പഠിപ്പിച്ചിട്ടില്ല. അതായത് S2 എന്ന് പറഞ്ഞ ഈ സോഴ്സ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ലിക്വിഡ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4. വാട്ടർ ആണ്, അതുകൊണ്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4. സച്ച് ദാറ്റ് പാത്ത് ഓഫ് ദ വേവ് ഈസ് SS2. അപ്പോൾ ഇവിടെ നിന്നുള്ള ജോമെട്രിക്കൽ ലെങ്ത്തും ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ജോമെട്രിക് ലെങ്ത്തും സെയിം ആണ്. പക്ഷേ SS2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ ഒപ്റ്റിക്കൽ ലെങ്ത്തും ജോമെട്രിക് ലെങ്ത്തും സെയിം അല്ല. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് ലൈറ്റ് വരുന്നു, ഇവിടുന്ന് ഇവിടേക്ക് ലൈറ്റ് വരുന്നു. രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ജോമെട്രിക് ലെങ്ത് സെയിം, ബട്ട് എന്ത് സെയിം അല്ല? എന്ത് സെയിം അല്ല? കമോൺ, ഒപ്റ്റിക്കൽ ലെങ്ത് സെയിം അല്ല. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഓഫ് ദ സെൻട്രൽ മാക്സിമം. വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ദി സെൻട്രൽ മാക്സിമം? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അത് വർക്കൗട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ ഡിസ്കസ് ചെയ്തു തരാം. ഹോംവർക്ക് നമ്പർ 2. 2 towers on top of 2 hills are 40 km apart. The line joining them passes 50 meter above a hill halfway between the towers. What is the longest wavelength of radio waves which can be sent between the towers without appreciable diffraction effects? ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആണെന്ന്. ഏത് കൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്? This problem related to Fresnel distance. What is Fresnel distance? The minimum separation between screen and slit, at which half width of the central maximum is equal to slit width. അപ്പോൾ Fresnel distance ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ താങ്ക് യു.